ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അല്ലേട്ടി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭാര്യയെ കൂടാതെ മോന് വേറൊരു കൂട്ടും കൂടി വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇവളെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഈ ഭഗവാന്റെ കഥകളൊക്കെ പറയുമ്പോൾ താനും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, നേരിട്ട് തന്നെ സംഭവിക്കണമെന്നില്ല, മറ്റൊരു കാര്യം സംഭവിക്കുന്ന വഴിയിലൂടെ തന്നെ അത് വരികയും ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ഇക്കാര്യവും. തന്റെ ഭഗവാന് തന്നെ തോന്നിക്കാണും എന്തിനായി പിള്ളേര് രണ്ടും ഇങ്ങനെ വിഷമിക്കുന്നതെന്ന്. അത് പ്രിയങ്ക അവർക്കിടയിൽ ഉള്ളത് കൊണ്ടല്ലേ, എങ്കിൽ പിന്നെ ആ തടസ്സം മാറ്റി കൊടുത്തേക്കാം, പിള്ളേര് ജീവിച്ചോട്ടെ എന്ന്. എനിക്കൊന്നും കേൾക്കണ്ട. അവിടെ ഇരിക്കും. ഞാൻ പറയുന്നത് കേട്ടിട്ടേ തന്നെ ഞാൻ വിടും. വേണ്ട, ഞാൻ ചെന്നേട്ടത്തെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇവര് മുങ്ങും. അതുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന വീഡിയോ തന്നെ എടുക്കണം. എടോ, പ്രിയങ്ക എന്തായാലും ശിക്ഷിക്കപ്പെടും, അതുറപ്പാ. അതോടെ പ്രിയങ്ക പിന്നെ ഒരിക്കലും കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല. തന്നെ എനിക്ക് വേണമെന്ന് അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെട്ട അവർ സന്തോഷത്തോടെ എനിക്കത് സാധിച്ചു തരും. പ്രിയങ്ക ജയിലിലായാൽ ആറ്റോശേരിയിൽ പിന്നെ ആരെങ്കിലും ജീവനോടുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കാല് പിടിച്ച് കരഞ്ഞില്ലേ? അവളെ രക്ഷിച്ച് എന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ സഹിക്കുമായിരുന്നു. കൊണ്ടുവന്ന് ഞാൻ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ താൻ അപ്പോഴേ ഉപദേശം തുടങ്ങില്ലേ, അവളെ സ്നേഹിക്കണം, ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കേ തന്നെ ഒഴിച്ച് മറ്റാരെക്കുറിച്ചും ചിന്തിക്കാനാവില്ല. കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ. ഇതുപോലെ ഇനി പെരുമാറിയ എനിക്ക് ചത്ത് കളയേണ്ടി വരും. അന്ന് താൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അപകടം പറ്റി താഴേക്ക് പോകുമ്പോൾ കൂടെ ചാടാൻ എനിക്ക് ഒട്ടും മടിയില്ലായിരുന്നു. ആ മനസ്സ് തന്നെയാണ് എനിക്കിപ്പോഴും. എവിടെയാണെങ്കിലും നമ്മൾ ഒരുമിച്ച്. താൻ എല്ലാ തീരുമാനങ്ങളും ഭഗവാൻ വിടുന്ന ആളല്ലേ, ഇതും അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് ഭഗവാൻ തന്നോട് പറയുന്ന കാര്യം കൃത്യമായിട്ടങ്ങ് ചെയ്താൽ മതി. എനിക്കതിൻ്റെ പ്രതീക്ഷ. എന്താ ഉർവശി, ഞാൻ കുളിക്കുക. എന്റെ ഏടത്തി അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ വരുമ്പോഴാണോ എടുത്തിട്ട് ഒരു കുളി? നിനക്ക് എപ്പോഴാ അത്യാവശ്യം വരുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അത് നോക്കിട്ട് എനിക്ക് കുളിക്കാൻ പറ്റുമോ? നീ ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറയൂ. വരുണും രാധികയും തമ്മിലേ തെറ്റായിട്ടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഏട്ടത്തി വിശ്വസിച്ചില്ലല്ലോ. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോ വരുണും രാധികയും തമ്മിലുള്ള ബന്ധം നേരിട്ട് കണ്ട് അതിന്റെ വീഡിയോ എടുത്തിട്ടാ ഞാൻ വന്നേക്കുന്നെ. ഞാനിപ്പോ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. നീ ഒന്ന് പോവാൻ നോക്കൂ ഉർവശി. ഞാൻ പൊക്കോളാം. കുളി കഴിഞ്ഞ് വരുമ്പോഴേ ഏട്ടത്തി എന്നെ നോക്കിക്കോ. ഓ, ഞാൻ ദേ ഫോൺ ഇവിടെ മേശപ്പുറത്ത് വെക്കുക. ഇറങ്ങിയ ഉടനെ നോക്കണേ ഏട്ടത്തി. എനിക്ക് വേറെ ഒത്തിരി ജോലിയുണ്ട്. കള്ളമാണെങ്കിലേ എല്ലാരെയും പറഞ്ഞു ബുദ്ധിമുട്ടിക്കണമെന്നില്ല ഉർവശി. ആ, കള്ളമാണോ അല്ലെന്ന് ഏട്ടത്തി കണ്ട് തീരുമാനിക്കും. ശരി, ആയിക്കോട്ടെ.
ചെറിയമ്മയെ കാണിക്കുന്നേ? ആരുടെ ചെറിയമ്മ? എങ്ങനെയാടി ഞാൻ നിന്റെ ചെറിയമ്മയാവുന്നേ? ഈ മുറിയിൽ എന്തെങ്കിലും സാധനം നിന്റേത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വാരി കൂട്ടിയെടുത്ത് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. എന്താ 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 പറ്റിയത്? പറ്റിയതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? നീ എന്താടി കണിമംഗലം കുടുംബത്തെ കുറിച്ച് കരുതിയിരിക്കുന്നേ? നിന്റെ തോന്നിയാസങ്ങൾ നടത്താനുള്ള സ്ഥലമാണോ ഇത്? നിന്റെ സേവനങ്ങൾ നടത്താനുള്ള സ്ഥലം അല്ലിത്. ഇറങ്ങിക്കോണം. എന്താ ഉർവശി? അമ്മ വാ. അമ്മയാണല്ലോ എല്ലാം അറിയേണ്ടത്. ഇവളെ ഈ കൈ കൊണ്ട് നടന്ന് ലാളിക്കുന്നത് അമ്മയല്ലേ? അപ്പോ ഇവളീ കുടുംബത്തിന് ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളോ അമ്മയാണല്ലോ അറിയേണ്ടത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? ഏട്ടത്തി ഒന്നിങ്ങി വന്നോട്ടെ അമ്മേ. അതുവരെ ഒന്ന് ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ട് ഏട്ടത്തി തന്നെ അവളെ അടിച്ചു പുറത്താക്കിക്കോളും. എന്താ മുത്തശ്ശി ഇവിടെ? എനിക്ക് കാര്യം എന്താണെന്നൊന്നും മനസ്സിലായില്ല മോനെ. രാധിക മോളെ ഇവിടുന്ന് പുറത്താക്കണമെന്നൊക്കെയാ ഉർവശി പറയുന്നേ. കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണും വരുൺ. ഇവിടെ എന്തായാലും ഈ കളി നടക്കില്ല. എന്ത് കളി? എന്താ ചെറിയമ്മ ഉദ്ദേശിക്കുന്നത്? ദേ എന്റെ അടുത്ത് പുണ്യാളം ചമയല്ലേ? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ ഗാർഡനിലിരുന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടിന്ന് ഞാൻ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനായിട്ട് നേരിട്ട് വന്ന് പറഞ്ഞാ സൽപുത്രനെ ഇവരാരും അവിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പത്നിയെ അടുത്തേക്ക് കാണാൻ വേണ്ടിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോനെ ഇവിടെ തന്നെ നിക്ക്. അമ്മ ഇപ്പൊ വരും. ഉർവശി, നീ എന്താ ഈ ഫോണിലുണ്ടെന്ന് പറഞ്ഞേ? ഓ അയ്യോ, അപ്പൊ ഏട്ടത്തി അത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. ഞാൻ കാണിച്ചു തരാം. അനിയത്തിക്ക് ഒരു സഹായം വേണമെന്ന് പറഞ്ഞല്ലേ ഇവൾ ആറ്റുവാശ്ശേരിയിൽ നിന്ന് കണിമംഗലത്തേക്ക് വന്നത്. ഇവൾ എപ്പോഴൊക്കെ പോവാൻ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ ആരെങ്കിലും ഒക്കെ തടസ്സം പറഞ്ഞിട്ടുമുണ്ട്. അല്ല ഏട്ടി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭാര്യയെ കൂടാതെ മോന് വേറൊരു കൂട്ടും കൂടി വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇവളെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്?